Hi dears, good evening everyone. So dears, first we discuss extended activities section in previous class. Question: what is the role of biodiversity in maintaining environmental balance? Answer: biodiversity means the variety of all forms of life which make a balanced environment. The forms of life include both plants and animals. They mutually support each other. If you destroy the forest, the animals will lose their habitat. It will also lead to droughts and soil erosion. Soon the environment will be destroyed because of this imbalance. Thus, biodiversity is essential for maintaining environmental balance. So dears, listen carefully. It's a continuation of our speech. The women we worked with recounted that, unlike in the past, they were unable to meet their basic needs. This was due to the degradation of their immediate environment as well as the introduction of commercial farming, which replaced the growing of household food crops. But the international trade controlled the price of the export from these small scale farmers, and a reasonable and just income could not be guaranteed. I came to understand that when the environment is destroyed, plundered, or mismanaged, we undermine the quality of our life and that of future generations. ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് the women we worked with recounted that unlike in the past they were unable to meet their basic needs. അതായത് അവർക്ക് ഇപ്പോൾ വിമന് പണ്ടൊക്കെ ആണെങ്കിൽ അവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് അൺഎബിൾ ആണെന്നാണ് പറയുന്നത്. അത് അവർക്ക് കാണാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ ആണെങ്കിൽ പാസ്റ്റിലൊക്കെ ആണെങ്കിൽ അവർക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ അവർക്കത് ബേസിക് നീഡ്സ് പോലും അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ? ദിസ് വാസ് due to the degradation of their immediate environment as well as the introduction of commercial farming which replaced in growing of household food crops. എന്തുകൊണ്ടാണ്? ഡിഗ്രഡേഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ എൻവയോൺമെൻറ്റിലെ ഡിഗ്രഡേഷൻ നടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഫുഡില്ല, ഷെൽട്ടർ ഇല്ല, ഫയർവുഡ് ഇല്ല, അതൊന്നും ഇല്ല, കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? എൻവയോൺമെൻറ്റ് ഡിഗ്രഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊമേഴ്ഷ്യൽ ഫാമിംഗ് ആണ് അവിടെ നടക്കുന്നത്. എന്ത് റീപ്ലേസ് ചെയ്തിട്ടാണ്? നമ്മുടെ ഫുഡ് ക്രോപ്സ് റീപ്ലേസ് ചെയ്തിട്ടാണ് കൊമേഴ്ഷ്യൽ ഫാമിംഗ് അവിടെ നടത്തുന്നത്. അതുമൂലം എന്തുണ്ടാവുക? ഡിഗ്രഡേഷൻ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും അവർക്ക് മീറ്റ് ചെയ്യാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും കിട്ടുന്നില്ല. വാട്ടർ, ഫുഡ്, ഷെൽട്ടർ അങ്ങനെയുള്ള ഒന്നും അവർക്ക് കിട്ടുന്നില്ല. ബട്ട് ഇൻ്റർനാഷണൽ ട്രേഡ് കൺട്രോൾ ദ പ്രൈസ് of the export from these small scale farmers and reasonable and just income could not be guaranteed. അതായത് ഈ ഒരു കൊമേഴ്ഷ്യൽ ഫാമിങ്ങിൽ അവിടുത്തെ ഫാമേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും അവർക്ക് ആവശ്യമുള്ള അവർക്ക് അർഹതപ്പെട്ട ഇൻകം പോലും അവർക്ക് അതിന് അർഹതപ്പെട്ട വേതനം പോലും അവർക്ക് കൊടുക്കുന്നില്ല. ഇൻ്റർനാഷണൽ ട്രേഡാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. അവർക്ക് ആവശ്യപ്പെട്ട പ്രൈസ് പോലും അവർക്ക് കിട്ടുന്നില്ല. I came to understand that when the environment is destroyed, ഞാൻ മനസ്സിലാക്കിയ എന്താണ്? നമ്മുടെ എൻവയോൺമെൻറ്റ് എന്ത് ചെയ്യാണ്? ഡിസ്ട്രോയിഡ് ആവുകയാണ്. പ്ലണ്ടേഡ് എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കുകയാണ്. ഓർ മിസ്മാനേജ്ഡ് ആവുകയാണ്. നല്ല രീതിയിലല്ല പോകുന്നത്. വി അണ്ടർമൈൻ ദ ക്വാളിറ്റി ഓഫ് അവർ ലൈഫ് ആൻഡ് ദാറ്റ് ഫ്യൂച്ചർ ജനറേഷൻസ്. എന്താണ് അപ്പോൾ ഉണ്ടാവുന്നത്? നമ്മുടെ ലൈഫിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ്റെ ക്വാളിറ്റിയെ തന്നെ അത് ബാധിക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മുടെ എൻവയോൺമെൻറ്റ് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നതുകൊണ്ട് അല്ലെങ്കിൽ പ്ലണ്ടേഡ് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ മിസ്മാനേജ്ഡ് ആവുന്നതുകൊണ്ട് നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റിയെ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ്റെ ക്വാളിറ്റിയെ തന്നെ അത് ബാധിക്കുകയാണ്, നഷ്ടപ്പെടുത്തുകയാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് പറയുന്നത് ട്രീ പ്ലാന്റിംഗ് became a natural choice to address some of the initial basic needs identified by women. Also, tree planting is simple, attainable and guarantees quick successful results within a reasonable amount of time. This sustain interest and commitment. പിന്നെ ഒരു കാര്യം ഇതൊക്കെ കൊണ്ട് അവർ വേറൊരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. ട്രീ പ്ലാന്റിങ്, പുതിയൊരു ട്രീ വളർത്തിക്കൊണ്ടുവരാം. ഇറ്റ് ബിക്കേം എ നാച്ചുറൽ ചോയ്സ് ടു അഡ്രസ് സം ഓഫ് ദി ഇനീഷ്യൽ ബേസിക് നീഡ്സ് ഓഫ് ഐഡൻറ്റിഫൈഡ് വിമൻ്റെ അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രീ പ്ലാന്റിങ് കൊണ്ടുവരികയാണ്. അതുമൂലം എന്താ ഉണ്ടാവുന്നത്? ഇറ്റ്സ് സിമ്പിളാണ്, അറ്റൈനബിൾ ആണ്, ഗ്യാരണ്ടീസ് സക്സസ്ഫുൾ റിസൾട്ട്. പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടി തുടങ്ങിയിട്ട്
അതുപോലെ തന്നെ റീസണബിൾ ദിസ് ഇസ് ജസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻ കമ്മിറ്റ്മെൻറ്റ്. പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ അത് ഇൻട്രസ്റ്റും കമ്മിറ്റ്മെൻറ്റും കൂടുന്നുണ്ട് അതിനോട്. എന്തിനോട്? ട്രീ പ്ലാന്റിങ്ങോട്. ട്രീ പ്ലാന്റിംഗ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്, നാച്ചുറൽ ചോയ്സ് ആണ്. അത് എന്താണ് ബേസിക് നീഡ്സ് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ട്രീ പ്ലാന്റിങ് സിമ്പിളാണ്, അറ്റൈനബിൾ ആണ്, അതിന് പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട്സ് കിട്ടുന്നുണ്ട്. അതെന്താണ്? അത് ആ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ അതിനോട് എന്താണ് നല്ല ഇൻട്രസ്റ്റും കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് അവർക്ക് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് പറയുന്നത്, together we have planted over 30 million trees that provide fuel, food, shelter and income to support our children's education and household needs. The activities also create employment and improve soil and watersheds. ഈ ഒരു പാരഗ്രാഫ് പറയുന്നത് വി ഹാവ് പ്ലാന്റഡ് ഓവർ 30 മില്യൺ ട്രീസ്. 30 മില്യൺ ട്രീസ് നടുമ്പോൾ അവർ 30 മില്യൺ ട്രീസ് പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? ഫ്യൂവൽ, ഫുഡ്, ഷെൽട്ടർ ആൻഡ് ഇൻകം ആൻഡ് ടു സപ്പോർട്ട് അവർ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ, കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷനുള്ള സപ്പോർട്ട്, ഹൗസ് ഹോൾഡ് നീഡ്സ്, നമ്മുടെ വീട്ടാവശ്യങ്ങളുള്ള കാര്യങ്ങൾ. ദി ആക്ടിവിറ്റീസ് ഓൾസോ ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇംപ്രൂവ്സ് സോയിൽ ആൻഡ് വാട്ടർ ഷെഡ്സ്. ഈ ഒരു ആക്ടിവിറ്റി, അതായത് 30 മില്യൺ ട്രീസ് നടുന്ന ആ ഒരു ആക്ടിവിറ്റിയിലൂടെ തന്നെ അത് ക്രിയേറ്റ് ചെയ്യുന്ന എന്താണ്? എംപ്ലോയ്മെൻറ്റ്. തൊഴിലില്ലായ്മയായിരുന്നു വേറൊരു പ്രോബ്ലം അവിടെ ഉണ്ടായിരുന്നു. അവിടെ ജോലി ചെയ്യുന്ന ഫാമേഴ്സിന് പോലും കറക്റ്റായിട്ടുള്ള വേതനം, അവർക്ക് കറക്റ്റായിട്ടുള്ള സാലറി കിട്ടാത്തത് കൊണ്ട് അത് അവർക്ക് വലിയൊരു പ്രോബ്ലം ആയിരുന്നു ക്രിയേറ്റ് ചെയ്തിരുന്നത്. ആ ഒരു പ്രോബ്ലം കൂടി ഇവിടെ സോൾവ് ആയി, അവർക്ക് എംപ്ലോയ്മെൻറ്റ് കിട്ടി. ഇംപ്രൂവ് സോയിൽ ആൻഡ് വാട്ടർ ഷെഡ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മരങ്ങൾ മുറിക്കുന്നതോടുകൂടി മരങ്ങളുടെ വേരിൻ്റെ മണ്ണിൻ്റെ ഇടയിലാണ് വെള്ളം സംഭരിക്കുന്നത്. അപ്പോൾ ആ വെള്ളമൊക്കെ നഷ്ടപ്പെടുകയാണ് മരങ്ങൾ വെട്ടും തോറും. അപ്പോൾ ഈ ഒരു മരങ്ങൾ നടുന്നതോടുകൂടി നമുക്ക് വെള്ളം കിട്ടാൻ തുടങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. Initially the work was difficult because they were unaware to the degraded environment leads to a scramble for scarce resources and make culminate to in poverty and even conflict. അതായത് തുടക്ക സമയത്തൊക്കെ ഈ മരങ്ങൾ വെട്ടുന്ന ആ ഒരു കാര്യത്തോടുകൂടി ഇവർക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഇത് എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുക, ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും അവിടെയുള്ള ആ റൂറൽ ഏരിയയിലുള്ള ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീഗ്രഡേഷൻ നടക്കും, എൻവയോൺമെൻറ്റ് ഡീഗ്രേഡ് പോവും, നമുക്ക് പോവേർട്ടി വരും, അതിൻ്റേതായ കുറേ കോൺഫ്ലിക്റ്റ്, വഴക്കും, നമുക്ക് ഫുഡൊന്നും ഉണ്ടാവില്ല, വാട്ടർ ഉണ്ടാവില്ല, ഷെൽട്ടർ ഉണ്ടാവില്ല, അതൊന്നും അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ വെട്ടിക്കളയുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ദേ വർ ഓൾസോ അൺഅവെയർഡ് ഓഫ് ദി ഇൻജസ്റ്റിസ് ഓഫ് ഇൻ്റർനാഷണൽ എക്കണോമിക് അഗ്രിമെൻറ്റ്സ്. പിന്നെ അവർക്ക് അതുപോലെ തന്നെ ഇൻജസ്റ്റിസ്, അത് ഈ ഇൻ്റർനാഷണൽ അവരുടെ നീതിയില്ലായ്മ എന്ന് പറഞ്ഞാൽ അറിയുന്നുണ്ടായിരുന്നില്ല. ലേറ്റർ ദേ ബിക്കം അവെയർ ഓഫ് ദി വൈഡ് സ്പ്രെഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ദി എക്കോസിസ്റ്റം എക്സ്പെഷ്യലി ത്രൂ ഡീഫോറസ്റ്റേഷൻ. പിന്നെയാണ് അവർ അവെയർ ചെയ്ത് തുടങ്ങിയത് എന്ത്? നമ്മുടെ എക്കോസിസ്റ്റം നശിക്കുന്നത്, നമ്മുടെ എക്കോസിസ്റ്റം നശിക്കുകയാണ്. എന്തുകൊണ്ട്? എക്സ്പെഷ്യലി ഡീഫോറസ്റ്റേഷൻ മൂലം, ക്ലൈമറ്റിക് ഇൻസ്റ്റെബിലിറ്റി, ക്ലൈമറ്റ്സിനുണ്ടാവുന്ന മാറ്റങ്ങൾ കൊണ്ട്, ആൻഡ് ദ കണ്ടമിനേഷൻ ഓഫ് ദി സോയിൽ ആൻഡ് വാട്ടർ ഓൾ കോൺട്രിബ്യൂട്ട് എക്സ്ക്രീറ്റിംഗ് പോവർട്ടി ആൻഡ് സബ്സിക്വൻറ്റ് റൈറ്റ്സ്. സോയിലിന് വാട്ടർ നമുക്ക് കിട്ടായ്മ, അതേപോലെ തന്നെ അതുപോലെ ഉണ്ടാകുന്ന പോവേർട്ടി, അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന കലഹങ്ങൾ, ഇതൊക്കെ ഉണ്ടായപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതൊക്കെ ചെയ്ത് തെറ്റായിരുന്നു എന്നുള്ള റിയലൈസേഷൻ അവർക്ക് വന്നത്. സോ ഡിയേഴ്സ്, ഇഫ് യു ഹാവ് എനി ഡൗട്ട് ലെറ്റ് മീ നോ പ്ലീസ്. Okay dears, next we discuss word study. First word recount. It's a verb. It means to relate. Next word is plunder. It's verb. It means to steal. കൊള്ളയടിക്കുക. The third is commitment. It's word. It's noun. Its word means to obligation. The fourth word is scramble. It's verb. To means to mix up. Then word culminate. It's a verb. To means to end. Condemnation is noun, means to obligation. Excruciation is adjective, its word is unbearable. The final word is subsequent, its adjective, it means to following. So dears, let's move on to global questioning section. First question, what according to Wangari Maathai is the primary role of the women of Africa? Second question, why did the African women fail to meet their basic needs? Answer section, what according to Wangari Maathai is the primary role of the women of Africa? Answer, according to Wangari Maathai, the primary role of women of Africa is taking care of their families. They till the land and feed their families. The second question, why did the African women fail to meet their basic needs?
Answer. The African women failed to meet their basic needs because of the degradation of their immediate environment and the introduction of commercial farming, replacing the growing of household crops. International traders controlled the price of the produce by farmers, and so they could not get a reasonable and just income. So dears, next we move on activity section. Question. As I was growing up, I witnessed forests being cleared and replaced by commercial plantations which destroyed local biodiversity and the capacity of forests to conserve water, says Wangari Maathai. You just have come across newspaper reports on the mass destruction of the forest. Write an essay on the impact of deforestation. So dears, I have an example for you. Impact of deforestation. With the growth of the world population, there is an increasing need for space. Land is needed for agriculture, industry, and most importantly, urban needs to contain cities. People can find an essay of solution in deforestation. Deforestation means the felling of trees and clearing of forests to make the land available for residential, commercial, and industrial purposes. Deforestation can also be seen a removal of forests, leading to several imbalances ecologically and environmentally. What makes deforestation alarming are the immediate and long-term effects it is bound to cause. Some predictions state that rainforests of the world will be destroyed completely if deforestation continues at its current pace. Deforestation or clearance occur due to the several reasons. They include agricultural activities, logging, urbanization, desertification of the land, and soil erosion, mining, and the forest fires. As can be seen, most of them are caused by man, whereas a couple of them, like deforestation and forest fires, could be natural causes. But even those are aided by man through defective use of land and clearness. The effects of deforestation are calamitous. Deforestation brings climate imbalance. It increases global warming. It causes soil erosion. It causes floods in some areas and droughts in some other areas. There is a danger of the wildlife extinction. Unless we become sensible and conserve our forests, we are willingly causing our doom. If we destroy nature, nature has a way of destroying us. Nature has patience, but it can run out it at any time. And once it runs out, only God can save us. The second activity, question. We pollute our water bodies by dumping garbage and plastic materials. It is high time we stopped such activities. Imagine that you are the secretary of the youth club in your locality. Prepare a letter to the editor of a daily highlighting the threat caused by the dumping of plastic materials in rivers and streams. So here's a given example for you. James, Standard 12, St. George HSS, Ejapalli, 6 June 2017, The Editor, Times of India, Kochi. So, subject is polluting water by dumping garbage and plastic materials. The other day, I was with my friend on bank of Periya River near Alva. As I was standing there, I saw a man coming with 2 bags full of garbage, throwing them into the river. What a heinous crime he is doing. Thousands of people use the water from Periya for drinking and other home uses. And here is a man living near to bank of the river, polluting it garbage and plastic waste to us. I thought it was dirty and excreting his one's own sitting room. It is unfortunate that people are not aware of the damage they are doing to river and other water bodies by dumping of our garbage and plastic materials there. Such actions not only pollute the water but also make the water unfit even for fish and other water creatures. I feel strict action should be taken against people who pollute water bodies. There should be observation teams posted at strategic points so that they can catch the culprits and give them proper punishments. So dears, next move on to extended activities in today's portion. The question, how does environmental description and mismanagement affect life? So dears, if you have any doubt, let me know please. Okay dears, thank you.